ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുകയാണ്. ലോക ജനസംഖ്യ 1 ബില്യൺ അതായത് 100 കോടിയായി വളരാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തെങ്കിൽ പിന്നീട് വെറും 200 വർഷം കൊണ്ട് 7 മടങ്ങ് വർദ്ധിച്ച് 2011 അത് 7 ബില്യണിലെത്തി. 2021 ഇത് 7.9 ബില്യണായി ഉയർന്നു. 2022 നവംബർ 15 ലോക ജനസംഖ്യ 8 ബില്യൺ ആയി. 2030 ഇത് ഏകദേശം 8.5 ബില്യണും 2050 ജനസംഖ്യ 9.7 ബില്യൺ ആയും 2100 10.9 ബില്യണായും വളരുമെന്ന് ഐക്യരാഷ്ട്രസഭ വിലയിരുത്തുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ലോക ജനസംഖ്യയുടെ വിവരശേഖരണത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാനും പ്രായം, ലിംഗം, വംശം തുടങ്ങി വ്യത്യസ്തമായ വൈവിധ്യങ്ങൾ പ്രതിഫലിക്കുന്ന ജനസംഖ്യയുടെ സ്ഥിതിവിവരക്കണക്കുകൾ ലഭ്യമാക്കാനും ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജനസംഖ്യാ വിവരം കൃത്യമായി ലഭിക്കുന്നതിലൂടെ കുടുംബാസൂത്രണം, ലിംഗസമത്വം, ദാരിദ്ര്യം, മാതൃആരോഗ്യം, മനുഷ്യാവകാശം തുടങ്ങിയവയെപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനും സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് അടിയന്തര ചർച്ചകൾ നടത്തുന്നതിനും സാധിക്കുന്നു. ജനസംഖ്യാ പ്രവണതകൾ അവതരിപ്പിക്കുന്ന വെല്ലുവിളികളെയും അവസരങ്ങളെയും നേരിടുന്നതിന് സർക്കാരുകൾ, സംഘടനകൾ എന്നിവരുടെ സഹകരണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രോത്സാഹിപ്പിക്കാനും കൂടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ലോക ജനസംഖ്യ 5 ബില്യൺ ആകുന്നത് 1987 ജൂലൈ 11 1989 യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP ഈ ദിനം ആചരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ഔദ്യോഗികമായി 1990 ജൂലൈ 11 90-ലധികം രാജ്യങ്ങൾ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുകയുണ്ടായി. ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഏജൻസിയുടെ നേതൃത്വത്തിൽ രാജ്യങ്ങളിൽ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നു. ജനസംഖ്യയെ ശാസ്ത്രീയമായി പഠിക്കുന്നതിനാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 246 പ്രകാരം ഇന്ത്യയിൽ സെൻസസ് നടത്താനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. ഭരണഘടനയുടെ 7-ാം പട്ടികയിൽ യൂണിയൻ ലിസ്റ്റിൽ 69-ാമത്തെ കാര്യമായി ഇത് വ്യക്തമാക്കുന്നുണ്ട്. മൃത്യുഞ്ജയ് കുമാർ നാരായണാണ് നിലവിൽ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ചുമതല വഹിക്കുന്നത്. കോവിഡ് കാരണം 2021 ഇന്ത്യയിൽ സെൻസസ് നടന്നിരുന്നില്ല. 2026 ഒക്ടോബർ 1 ഹിമാലയൻ മേഖലയിലെ സംസ്ഥാനങ്ങളിലും 2027 മാർച്ച് 1 മറ്റ് സംസ്ഥാനങ്ങളിലും സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ 17.78% ഇന്ത്യയിലാണ്. ചൈന 2-മതും അമേരിക്ക 3-മതുമാണ്. ജനസംഖ്യാപരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. ഭാവിയിൽ നൈജീരിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങൾ അമേരിക്കയേക്കാൾ ജനസംഖ്യയുള്ള രാജ്യങ്ങളായി മാറുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശും ജില്ല മഹാരാഷ്ട്രയിലെ താനെയുമാണ്. 24 നോർത്ത് പർഗാനയാണ് കൂടുതൽ ജനസംഖ്യയുള്ള 2-ാമത്തെ ജില്ല. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിമും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല അരുണാചൽ പ്രദേശിലെ ദിബാംഗ് വാലിയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരങ്ങൾ യഥാക്രമം ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു എന്നിവയാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറും 2-ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയുമാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76% കേരളത്തിൻ്റേത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ മലപ്പുറത്താണ്. 2-മത് തിരുവനന്തപുരവും 3-മത് എറണാകുളവുമാണ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാടാണ്. ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല തിരുവനന്തപുരവും ഏറ്റവും കുറവ് ജനസാന്ദ്രത ഇടുക്കി ജില്ലയിലുമാണ്.